കല്യാണ കച്ചേരി. അനുപമയും അഞ്ജലിയും വളരെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭിലാഷേട്ടന് ദുബൈ ജോലി കിട്ടുന്നത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബമായതുകൊണ്ട് തന്നെ മുന്നും പിന്നും ചിന്തിക്കാതെ അദ്ദേഹം ആ ജോലിക്ക് കയറി മാസം മാസം നാട്ടിലേക്ക് നല്ലൊരു തുക അയക്കാനും തുടങ്ങി. നാട്ടിൽ അത്യാവശ്യം നല്ല കടങ്ങളുണ്ടായിരുന്ന സമയമായിരുന്നു അത്. പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ സാമ്പത്തികമായ വളർച്ച. ഒന്നുമില്ലായ്മയിൽ നിന്നും പെട്ടെന്നൊരു കുതിച്ചുചാട്ടം പോലെ ഒരു വളർച്ച. സ്വന്തമായി വീട്ടിലെതിരുന്ന് ഞങ്ങൾ വീട് വെച്ചു. മക്കളെ നന്നായി പഠിപ്പിക്കുന്നു. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമായി പോകുന്ന നേരം. ആ സമയത്ത് തന്നെയാണ് അഭിലാഷേട്ടന് ദുബൈയിലെ കമ്പനി പ്രൊമോഷൻ കിട്ടുന്നത്. പിന്നെ ജീവിതം വേറെ ഒരു രീതിയിലേക്ക് മാറി. മക്കളുടെ കയ്യിൽ അമിതമായി പണം വന്നപ്പോൾ അവരുടെ മാറ്റം തിരിച്ചറിയാൻ വൈകി. അമ്മ എന്ന നിലയിൽ എൻ്റെ ആദ്യ പരാജയം തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. മുൻപൊക്കെ ഞാൻ പറഞ്ഞാൽ അനുസരണയോടെ കേട്ടിരുന്ന മക്കൾ എന്നോട് തിരിച്ച് തർക്കിക്കാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്താണ് അഭിലാഷേട്ടനെ ദുബായിലുള്ള നിങ്ങളുടെ കമ്പനിയിൽ തട്ടിപ്പ് നടത്തിയതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നത്. അതറിഞ്ഞപ്പോൾ ഞാൻ പാടെ തകർന്നു പോയി. ഇത്ര നാളും തട്ടിച്ചും വെട്ടിച്ചും ഉണ്ടാക്കിയ പണത്തിന് മുകളിലാണല്ലോ ഞങ്ങൾ കുടുംബം പടുത്തുയർത്തിയത് എന്ന ചിന്തയിലാണ് എൻ്റെ പിന്നീടുള്ള ദിനങ്ങൾ കടന്നുപോയത്. മുംബൈയിൽ കേസ് നടത്താൻ ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റുപെറുക്കേണ്ടി വന്നു. അവസ്ഥ പഴയതിലും കഷ്ടമായി മാറി. ഒടുക്കം അഭിലാഷേട്ടൻ കമ്പനിയിൽ നിന്ന് തട്ടിച്ചെടുത്ത പൈസ മുഴുവനും തിരിച്ചടച്ചാൽ കേസ് പിൻവലിക്കാമെന്ന് കമ്പനിയിൽ നിന്ന് നോട്ടീസ് വന്നതോടെ പിന്നീട് ആ പണം കണ്ടെത്താനുള്ള തത്രപ്പാടിലായി ഞങ്ങൾ. ഏകദേശം 1 വർഷമെടുത്തു. പലരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങി. ഉള്ളതെല്ലാം വിറ്റും അയാൾ മോഷ്ടിച്ച പണം ഞങ്ങൾ തിരിച്ചടച്ചു. ഏറ്റവും അടുത്ത ബന്ധുക്കളും, എന്തിനേറെ പറയുന്നു രക്തബന്ധങ്ങളെന്ന് പറയുന്നവർ പോലും ഞങ്ങളെ ആ സമയത്ത് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴും ഞങ്ങൾക്കൊരു കൈത്താങ്ങായി വന്നത് ബാലചന്ദ്രൻ സാറാണ്. കുട്ടികളെയും കൊണ്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങണം എന്ന സാഹചര്യം വന്നപ്പോൾ സാറിൻ്റെ മാനേജർ വഴി ഞങ്ങൾക്ക് കൊടുത്തയച്ചതാണെന്ന് പറഞ്ഞ് കുറച്ച് പണം ഏൽപ്പിച്ചു. കുട്ടികളുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ ചെലവ് അദ്ദേഹം നോക്കി നടത്തി. കിരണിൻ്റെ പേരിൽ നിങ്ങളുടെ കമ്പനിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ ട്രസ്റ്റ് വഴിയാണ് പിന്നീട് എല്ലാ സഹായവും ഞങ്ങളിലേക്ക് എത്തിയത്. എൻ്റെ പേര് ട്രസ്റ്റോ? കിരണിന് വിശ്വസിക്കാനായില്ല നിർമ്മയിൽ നിന്നും കേട്ട വാക്കുകൾ. നിർമ്മല അത് പറയുമ്പോഴായിരുന്നു കിരൺ പോലും അതിനെക്കുറിച്ച് അറിയുന്നത്. മോൻ്റെ പേരിൽ ട്രസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങളുടെ കമ്പനിക്ക് കുറേ നല്ല കാര്യങ്ങൾ അദ്ദേഹം ഞങ്ങൾക്കും മക്കൾക്കും വേണ്ടി ചെയ്തു. പക്ഷെ അഹങ്കാരികളായ എൻ്റെ മക്കൾ ആ നന്മയൊന്നും കാണാതെ അച്ഛനെ ജയിലിലടച്ചു എന്ന ഒറ്റ പേരിൽ നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാനായി ഇറങ്ങി തിരിച്ചവരാണ്. ആ ശ്രമമായിരുന്നു അനുപമ കിരണിൻ്റെ ചേട്ടൻ കാർത്തിക്കിനെ പ്രണയിച്ചത്. അതേസമയം അഞ്ജലി കിരണിനെയും പ്രണയിച്ചു. ഏത് വിധേനയും നിങ്ങളുടെ വീട്ടിൽ കയറിപ്പറ്റി നിങ്ങളുടെ കുടുംബം ഇല്ലാതാക്കണമെന്ന് തന്നെയാണ് എൻ്റെ 2 മക്കളുടെ ആഗ്രഹം. കാര്യം അവരെൻ്റെ മക്കളാണ് എന്ന് കരുതി എനിക്കിതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം സഹായം ബാലേന്ദ്രൻ സാറ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരുന്നു. മോൻ്റെ അച്ഛനെ മോൻ കുറച്ചുകൂടി മനസ്സിലാക്കണം. ഇങ്ങനെ എൻ്റെ മകൾ പറയുന്ന കേട്ട് സ്വന്തം ജീവിതവും കുടുംബവും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. അവരുടെ മനസ്സിലെ ഉദ്ദേശം വേറെയാണ്. ഇത് പലതവണ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പല പ്രാവശ്യം ഞാൻ അവരോട് ഇതേപ്പറ്റി പറഞ്ഞതുമാണ്. ഞാൻ കിരണിനോട് പറയുമെന്ന് പറഞ്ഞ സമയത്തൊക്കെ ഈ കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞാൽ അവർ 2 പേരും ആത്മഹത്യ ചെയ്തു കളയും എന്നൊരു ഭീഷണിയുടെ പുറത്ത് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാൻ വയ്യ. കാര്യം തെറ്റ് ചെയ്യുന്നത് മക്കളാണെങ്കിൽ പോലും അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാനങ്ങനെ അല്ല വളർന്നു വന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കിരൺ എൻ്റെ മകളുടെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. അവളുടെ വിധി അവൾ ചോദിച്ചു വാങ്ങിയതാണ്. അങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പോൾ എനിക്കിഷ്ടം. നിർമ്മല കാര്യങ്ങളെല്ലാം പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു വേള എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിപ്പോയി കിരൺ. ഇത്രനാളും സ്നേഹിച്ച അഞ്ജലി തന്നെ ചതിക്കുകയായിരുന്നു. അവളുടെ മനസ്സിലെ ഉദ്ദേശം മറ്റൊന്നാണെന്ന് കിരണിന് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അതിൻ്റെ പ്രതിഫലനം എന്നോണം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കിരണിനെ അങ്ങനെ ഒരു അവസ്ഥയെ കണ്ടപ്പോൾ നിർമ്മലയ്ക്കും സങ്കടം തോന്നി.
ഇപ്പോഴെങ്കിലും കിരൺ ഇത് അറിഞ്ഞില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ആഘാതം വളരെ വലുതായിരിക്കും. അന്നത് താങ്ങാൻ കൂടി പറ്റിയെന്ന് വരില്ല. എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. അച്ഛനെയും അമ്മയും കാണണം. ചെയ്ത തെറ്റുകളെല്ലാം അവരോട് ഏറ്റു പറയണം. അച്ഛനോടും അമ്മയോടും മാത്രമല്ല, കിരൺ തെറ്റ് ചെയ്തിരിക്കുന്നത് ഏട്ടനോടും ഏട്ടത്തിയോടും ഒക്കെയാണ്. എല്ലാവരോടും ക്ഷമ ചോദിക്കണം. ഓരോന്നായി നിർമ്മല പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നിട്ട വഴികളിൽ തനിക്ക് സംഭവിച്ച അപജയങ്ങൾ. കണ്ണീരിൽ കുതിർന്ന മുഖം അവൻ അമർത്തി തുടച്ചു. തിരികെ വീട്ടിലേക്കുള്ള യാത്രയിൽ കിരണിന് കണ്ണ് നിറഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. പല സമയത്തും കയ്യിൽ നിന്നും വണ്ടി ചെറുതായി പാളിപ്പോയി. മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. താൻ ഇത്രയും നാളും വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ച് സ്നേഹിച്ചു വരുത്തി തൻ്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്താൻ വന്നവളായിരുന്നു എന്ന് സത്യം. അത് അംഗീകരിക്കാൻ അവൻ്റെ മനസ്സ് തീരെ പാകപ്പെടുന്നില്ലായിരുന്നു. അന്ന് പതിവിലും വൈകിയാണ് കിരൺ വീട്ടിൽ ചെന്നത്. അവനെ കാത്തുന്നതുപോലെ പൂമുഖത്ത് തന്നെ അഞ്ജലിയുണ്ട്. എന്താ കിരൺ ഇത്രയും താമസിച്ചത്? ഇത്രയും ലേറ്റ് ആകുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ഫോണിൽ? അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എൻ്റെ കോളെങ്കിലും അറ്റൻഡ് ചെയ്തു കൂടെ? ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ? ഒറ്റ ശ്വാസത്തിൽ അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നവളെ അവൻ ഒന്നേ നോക്കിയുള്ളൂ. പിന്നെ ഒന്നും മിണ്ടാതെ അവൻ നേരെ അവരുടെ റൂമിലേക്ക് പോയി. എന്നാൽ ഉച്ചയ്ക്ക് പോകുമ്പോഴുള്ള സന്തോഷമൊന്നും അവൻ്റെ മുഖത്ത് കാണാഞ്ഞതോടെ അഞ്ജലിക്കും ടെൻഷനായി. പിന്നാലെ തന്നെ അഞ്ജലിയും മുകളിലെ മുറിയിലേക്ക് പോയി. എന്തുപറ്റി? എന്താണ് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു, എന്നിട്ടെന്താ ഒന്നിനും മറുപടി പറയാത്തത്? ഇത്തവണ അവൾക്ക് ദേഷ്യവും വന്നു. നിനക്കെങ്ങനെ എന്നെ ചതിക്കാൻ തോന്നിയടി? എൻ്റെ വീടും വീട്ടുകാരും. നിന്നോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടല്ലായിരുന്നോ? എന്നിട്ടാ നീ എന്നെ ചതിച്ചല്ലേ? ഇടറിപ്പൊലിഞ്ഞ വാക്കുകളോടെ കിരൺ അതൊക്കെ പറഞ്ഞൊപ്പിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ മുന്നിട്ട് നിന്ന വികാരം ദേഷ്യമല്ലായിരുന്നു, മറിച്ച് പറ്റിക്കപ്പെട്ടു പോയവൻ്റെ ആത്മനൊമ്പരം. അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണിക്കും അഞ്ജലിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഇതിനോടകം തന്നെ അവൻ എങ്ങനെയൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. കുറച്ചു നേരം കൂടി അവൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. കിരൺ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എങ്ങനെ ചതിച്ചെന്നാ? എനിക്കെങ്ങനെ ചതിക്കാൻ കഴിയുമോ കിരണിനെ? അക്ഷരങ്ങളിൽ തേൻ ചാലിച്ച വാക്കുകളോടെ അഞ്ജലി വീണ്ടും പറഞ്ഞു. മതി അഞ്ജലി, നിർത്ത് നിന്റെ നാടകം. കിരണിന്റെ ശബ്ദം ഉയർന്നതും അഞ്ജലിക്ക് അല്പം ഭയം തോന്നി. അതേസമയം കിരൺ തൻ്റെ ട്രോളി ബാഗ് എടുത്ത് ആ റൂമിൽ അവൻ്റേതായിട്ടുണ്ടായിരുന്ന ഓരോ സാധനങ്ങളും ബാഗിലേക്ക് പെറുക്കി വെക്കുന്ന നേരത്താണ് അനുപമ താഴെ നിന്ന് മുകളിലേക്ക് വരുന്നത്. അവൾ വരുമ്പോൾ അഞ്ജലി വാതിക്കെ തന്നെയുണ്ട്. എന്താ അഞ്ജലി, എന്താ ഇവിടെ ഒരു ബഹളം? ചേച്ചി, കിരൺ. അഞ്ജലി കിരണിനെ ചൂണ്ടി അനുപമയോട് പറഞ്ഞു. ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് നിന്റെ ചേച്ചിയോട് പറഞ്ഞു കൊടുക്കടി. കിരണിൻ്റെ ആ വാചകങ്ങളിൽ അനുപമയോ അല്പം നടുങ്ങിപ്പോയി. എന്ത് സത്യങ്ങൾ അറിഞ്ഞെന്നാ കിരൺ? അനുപമ അല്പം ചൂടായിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. ചേച്ചി അനിയത്തിയും കൂടി ഇനി എൻ്റെ മുമ്പിൽ കിടന്ന് കൂടുതൽ ഉരുളാൻ നിൽക്കണ്ട. എന്നെ കരുവാക്കിക്കൊണ്ട് എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ നാടകമായിരുന്നു ഞാനും അഞ്ജലിയുമായിട്ടുള്ള വിവാഹവും എൻ്റെ ചേട്ടനും നിങ്ങളുമായിട്ടുള്ള ചീറ്റിപ്പോയ പ്രണയവുമെല്ലാം. അതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇത്ര ദുഷിച്ച മനസ്സായിരുന്നു നിങ്ങളുടേതൊക്കെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ജോലി ചെയ്ത കമ്പനിയെ നിങ്ങളുടെ അച്ഛൻ തട്ടിച്ചതും പോരാ, നിങ്ങളുടെ അച്ഛൻ തട്ടിച്ചെടുത്ത പൈസ മാത്രമേ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയുള്ളൂ. സാധാരണഗതിയിൽ ഞങ്ങൾ പരാതിയുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇനിയുള്ള ജീവിതം മുഴുവനും നിങ്ങളുടെ അച്ഛൻ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. അങ്ങനെ ഒരു ദയ നിങ്ങളോട് കാണിച്ചതിൻ്റെ പേരിൽ ഞങ്ങളോട് നന്ദിയൊന്നും കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഇങ്ങനെ ഞങ്ങളുടെ കുടുംബം തകർക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങേണ്ടിയിരുന്നില്ല. കിരണിൻ്റെ വാചകങ്ങളിൽ അവനെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് അഞ്ജലിക്കും അനുപമയ്ക്കും മനസ്സിലായി. അനുപമ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു. അഞ്ജലിയാണെങ്കിൽ കരച്ചിലിൻ്റെ വക്കോളം എത്തി. കാര്യം കിരണിൻ്റെ കുടുംബം തകർക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ പോലും എപ്പോഴൊക്കെയോ അവൾ കിരണിനെ പ്രണയിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ട്രോളി ബാഗുമായി കിരൺ പുറത്തേക്കിറങ്ങാൻ തുടങ്ങിയതും അഞ്ജലി ഓടിപ്പോയി അവൻ്റെ കൈ പിടിച്ചു. പോകരുത് കിരൺ, എനിക്കൊരു തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കൂ കിരൺ. കിരൺ അഞ്ജലിയുടെ കൈകൾ തട്ടിയെറിഞ്ഞു.
തൻ്റെ അനിയത്തിയുടെ ആ പ്രവൃത്തിയോട് അനുപമയ്ക്ക് അവജ്ഞ തോന്നി. പക്ഷേ ആ സമയം അവളെ തടയാനൊന്നും നിന്നില്ലവൾ. കിരൺ പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു മട്ടായിരുന്നു അനുപമയ്ക്ക്. കിരൺ, പ്ലീസ്, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനൊന്നും ചെയ്യില്ല. പ്ലീസ്, എന്നെ വിട്ടു പോകരുത്. നിനക്കെങ്ങനെ ധൈര്യം വരുന്ന അഞ്ജലി വീണ്ടും എൻ്റെ പിന്നാലെ വരാൻ? എന്നേക്ക് ഉപയോഗിച്ച് എൻ്റെ കുടുംബം കൂട്ടിച്ചേർക്കാൻ, കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ച നിന്നെ ഇനിയും ഞാൻ വിശ്വസിക്കണോ? പ്ലീസ് കിരൺ, നിന്നെ ഉപേക്ഷിച്ചു പോയാൽ സത്യമായിട്ട് ഞാൻ മരിച്ചു കളയും. ഇല്ലെങ്കിൽ പിന്നെ ഈ ഭൂമുഖത്ത് ഞാൻ ഉണ്ടാവില്ല. പോയി ചാകടി, അതിനുണ്ട് ഇതിലും അന്തസ്. അവന് മുമ്പിൽ തടസ്സം പോലെ നിന്നവളെ ഒരു കൈകൊണ്ട് വശത്തേക്ക് തട്ടിമാറ്റി കിരൺ താഴേക്ക് നടന്നു. കിരണിന് പിന്നാലെ അനുപമയും അഞ്ജലിയും താഴേക്ക് പോയി. ഈ നേരം കൊണ്ട് തന്നെ ചെയ്തു പോയി തെറ്റിൻ്റെ വ്യാപ്തി അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കുറ്റബോധം അവളെ വന്ന് പൊതിഞ്ഞു. പക്ഷേ അനുപമയാണെങ്കിൽ തൻ്റെ ലക്ഷ്യങ്ങളൊന്നും ഫലം കണ്ടില്ലല്ലോ എന്നൊരു നിരാശയോടെ നിൽക്കുകയാണ്. കിരൺ താഴേക്ക് ചെല്ലുമ്പോൾ ലിവിംഗ് റൂമിൽ തന്നെ നിർമ്മലയുണ്ടായിരുന്നു. പോകുവാണോ? അവൻ ഇറങ്ങി വന്നതും അവർ അവനെ നോക്കി ചോദിച്ചു. അതെ, പോകുവാണ്, എന്നേക്കുമായി. നന്ദിയുണ്ട്. നിങ്ങളുടെ മകളുടെ യഥാർത്ഥ സ്വഭാവം അല്പം വൈകിയാണെങ്കിലും എന്നെ അറിയിച്ചതിന്. അവൻ്റെ വായിൽ നിന്ന് വീണ ആ വാചകങ്ങൾ കേൾക്കെ ചലിക്കാൻ പോലും ആകാതെ സ്റ്റെപ്പിൽ നിന്നുപോയി അനുപമയും അഞ്ജലിയും. നിർമ്മല പറഞ്ഞതാണോ കിരണിനോട് ഈ വിവരങ്ങളൊക്കെ? അനുപമ ദേഷ്യത്തോടെ മനസ്സിലോർത്തു. സ്റ്റെപ്പിൽ നിന്നും അഞ്ജലി ഓടി നിർമ്മലയ്ക്ക് അരികിൽ വന്നു. അമ്മയ്ക്കിപ്പോൾ സമാധാനമായോ? എൻ്റെ ജീവിതം നശിപ്പിച്ച് കിരണിനെ എന്നിൽ നിന്ന് അകറ്റിയപ്പോൾ തൃപ്തിയായോ നിങ്ങൾക്ക്? നിർമ്മലയുടെ ഇരു ചുമലിലും പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് അഞ്ജലി അത് ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ നിർമ്മല അവളെ തട്ടിമാറ്റി കൈ വലിച്ച് അവളുടെ കവിളത്തേക്ക് ആഞ്ഞടിച്ചു. അടിയുടെ ആഘാതത്തിൽ അഞ്ജലി തെറിച്ച് നിലത്തേക്ക് വീണു. അതും കിരണിന്റെ കാൽക്കൽ തന്നെ. ഇത്രയുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് നിനക്കിപ്പോഴാണോ മനസ്സിലായത് നിനക്കൊരു കുടുംബം ഉണ്ടായിരുന്നുവെന്ന്? എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളെ രണ്ടുപേരെയും പറഞ്ഞ് വിലക്കിയതാണ്. അന്നൊന്നും എൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാതിരുന്നവൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് കരയാനുള്ള യോഗ്യത പോലുമില്ല. നിർമ്മലയുടെ വാക്കുകൾ കേൾക്കാതെ അനുപമ സ്റ്റെപ്പുകൾ ഇറങ്ങി വന്നു. അഞ്ജലി ഇരുന്നിടത്തു നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിങ്ങളൊരു അക്ഷരം മിണ്ടരുതിനി. നിർമ്മലയുടെ നേർക്ക് വിരൽ ചൂണ്ടി ഒരു താക്കീതുപോലെ അനുപമ പറഞ്ഞു. നിങ്ങൾ ശരിക്കും ഒരു തള്ളയാണോ? ഞങ്ങൾ ഞങ്ങളുടെ മക്കളാണ്, അതോർമ്മയുണ്ടോ? വർഷങ്ങളായി സ്വന്തം ഭർത്താവിനെ ജയിലിൽ പിടിച്ചിട്ട് ഇവരോടാണ്. നിങ്ങൾക്കിപ്പോഴും കൂറല്ലേ? ആർക്കറിയാം, അച്ഛനില്ലാതിരുന്നപ്പോ അന്തിക്കൂട്ടിന് ബാലേന്ദ്രൻ ഇവിടെ വന്നിരുന്നോന്ന്. പറഞ്ഞു തീർന്നത് മാത്രമേ അനുപമയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഞൊടിയിടയിൽ കിരണിന്റെ കൈകൾ ഉയർന്നു താഴ്ന്നു. അനുപമയ്ക്ക് അവളുടെ ദേഹത്തുകൂടി ഒരു വൈദ്യുതി പ്രവാഹം സംഭവിച്ചതുപോലെ തോന്നി. ചെവി കൊട്ടിയടിച്ച് നിലത്തേക്ക് വീഴാൻ പോയവളെ നേരെ പിടിച്ചു നിർത്തിയത് നിർമ്മലയാണ്. കിരൺ നൽകിയ അടിയിൽ നിന്നും ബോധം തിരികെ വരുമ്പോൾ അവൾക്ക് കിട്ടി നിർമ്മലയുടെ കയ്യിൽ നിന്നും കൂടി ഒരെണ്ണം. എൻ്റെ അച്ഛനെ പറഞ്ഞാൽ കേട്ടോണ്ട് നിൽക്കാൻ എൻ്റെ തന്തയുടെ പേര് അഭിലാഷ് എന്നല്ല, ബാലചന്ദ്രൻ എന്നാണ് കേട്ടോടി. അനുപമയെ അറപ്പോടെ നോക്കിക്കൊണ്ട് അത്രയും പറഞ്ഞ് കിരൺ വീട് വിട്ടിറങ്ങി. ഇറങ്ങടി എൻ്റെ വീട്ടിൽ നിന്ന്. അനുപമയെ നോക്കി മുറ്റത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിർമ്മല പറഞ്ഞു. എൻ്റെ പേര് എൻ്റെ അച്ഛൻ സമ്പാദിച്ചിട്ട സ്ഥലത്ത് എനിക്ക് വിവാഹത്തിന് എൻ്റെ അച്ഛൻ തന്ന സ്വർണ്ണം ഉപയോഗിച്ച് ഞാൻ പണി കഴിപ്പിച്ച വീട്. ഇറങ്ങടി ഇവിടുന്ന്. പറയുന്ന ഒപ്പം തന്നെ അനുപമയെ കുത്തിനു പിടിച്ച് പുറത്തേക്ക് ആഞ്ഞു തള്ളിയിരുന്നു നിർമ്മല. ഉമ്മറത്തെ വീതിയേറിയ 2-3 പടികളിലൂടെ ഉരുണ്ട് അനുപമ മുറ്റത്തേക്ക് വീണു. ആ കാഴ്ച കിരൺ കണ്ടെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും പിന്നീട് ഒരു തിരിച്ചുപോക്കില്ലാത്ത വിധം അവൻ്റെ മനസ്സും മരവിച്ചു പോയിരുന്നു. നഗരത്തിരക്കുകളിലൂടെ അവൻ്റെ കാറ് ലക്ഷ്യമില്ലാതെ സഞ്ചരിച്ചു. വീട്ടിലേക്ക് പോകാൻ മനസ്സ് വെമ്പൽ കൊണ്ടെങ്കിലും ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ള യാതൊരുവിധ യോഗ്യതയും തനിക്കില്ലെന്നുള്ള മനസാക്ഷിയുടെ മന്ത്രണം കേട്ടതും അവൻ കുറച്ചു ദൂരം മുൻപോട്ട് പോയി അടുത്ത് കണ്ട ഒരു ഹോട്ടലിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തി ലഗേജുമായി ഇറങ്ങി. റൂമെടുത്ത് ബെഡിലേക്ക് കിടക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. കഴിഞ്ഞ ഓരോരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൻ്റെ നെഞ്ചകം വിങ്ങിപ്പൊട്ടി. ഏറെ നേരം അവൻ തലയിണയിൽ മുഖം അമർത്തിക്കിടന്നു. അതേസമയം നിർമ്മല വീടിന് പുറത്തേക്ക് പിടിച്ചു തള്ളിയ അനുപമയ്ക്കൊപ്പം അഞ്ജലിയും അവരുടെ സാധനങ്ങളും എടുത്തുകൊണ്ടിറങ്ങി. സിറ്റിയുടെ ഹൃദയഭാഗത്ത് അഭിലാഷിനൊരു ഫ്ലാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എവിടേക്ക് പോകും എന്നുള്ള ആശങ്കയൊന്നും അവരിരുവർക്കും ഉണ്ടായിരുന്നില്ല. പണത്തിൻ്റെ ഹുങ്ക്
അല്ലാണ്ട് മറ്റൊന്നുമില്ല. അവർ നേരെ പോയത് അങ്ങോട്ടേക്കാണ്. ചേച്ചി, നമ്മളിനി എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചില്ലേ? അങ്ങനെ തീർത്തു വരാൻ പറയാൻ വരട്ടെ അഞ്ജലി. ആ വീട്ടിലെ സന്തോഷം അവളല്ലേ, ആ ഭൂമി. അവളില്ലാതായാലോ? കണ്ണിൽ ക്രൂരത നിറച്ച് അനുപമ ചോദിക്കുമ്പോൾ അഞ്ജലിയുടെ കണ്ണുകൾ കൂടുതൽ തിളങ്ങി. ഈ സമയത്ത് ഭൂമിയെ ചേർത്ത് പിടിച്ച് കിടക്കുവാണ് കാർത്തി. തൻ്റെ പെണ്ണിനെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല. ചേർത്ത് പുൽകിയിട്ടും എന്തൊക്കെയോ പോരായ്മ പോലെ. സാധാരണയായി ഒരു കാറ്റുപോലും കടക്കാത്തത്ര അടുത്തേക്ക് അവളെ ഇറുക്കി പുണരുന്നതാണ്. ഞെക്കി പുണരുന്നത് പോലും അവൾക്കേറെ ഇഷ്ടവുമാണ്. എന്നാൽ ഇനിയങ്ങോട്ട് എല്ലാത്തിലും ഒരു അകലം വേണം. പഴയ പോലെ കുറുമ്പുമായി അരികിലേക്ക് ഓടിച്ചെല്ലാൻ പറ്റില്ല. തങ്ങളുടെ പൊന്നോമന ഇവിടെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഒരു ചെറു പുഞ്ചിരിയോടെ കാർത്തി അവളുടെ വയറിൽ തഴുകി. ഒന്ന് ഞരങ്ങിക്കൊണ്ട് പെണ്ണവൾ അവനോട് ചേർന്നു വന്നു. അവൻ്റെ നെഞ്ചിലെ നനുത്ത രോമത്തിൽ കവിൾത്തടം ചേർത്ത് വെച്ചുകൊണ്ട് ഉറങ്ങാനായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ തന്നെ അവൾ ചുരുണ്ടു കൂടി വന്നു. അവളുടെ നെറുകയിൽ അതിരും ചേർത്തുകൊണ്ട് അവനും കിടന്നു. തുടരും. അഭിപ്രായം പറയാൻ മറക്കല്ലേ. എല്ലാത്തിനും നല്ലൊരു പണി കൊടുക്കും, ഉറപ്പ്.